ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മുള്ളങ്കി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 റാഡിഷ് മുള്ളങ്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇതിൻ്റെ വെള്ളമൊന്നും ഊറ്റി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണിത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ചേർക്കുന്നത് കാരം സീഡ്സ് ആണ്, അതായ മോദകം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്ത എള്ള്, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്, ഇപ്പോൾ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഇത് മല്ലിയിലയാണ്, കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ പൊടി ഇടുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ആട്ട ചേർക്കാം. ഞാനിതിൽ കറക്റ്റായിട്ട് 2 കപ്പ് ആട്ടയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബേസൻ ഫ്ലോർ ചേർക്കണം, കടലപ്പൊടി. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർക്കുക. റാഡിഷിൻ്റെ വെള്ളം കുറച്ചുണ്ടാവും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ലൊരു ഡോ ആയിട്ട് എടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മളെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വലിയ നാരങ്ങയുടെ, അതായത് വലിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മളിത് ഒരു ഉരുള എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് കുറച്ച് നേർമനയായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. 2 ഭാഗവും നന്നായിട്ട് പൊടി, 2 വശത്തും പൊടി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു ചെറിയ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഈ കൂട്ട് നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിതിന് 2 സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് എല്ലാ വശവും നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് പൊടിയിട്ടിട്ട് ഇനിയൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പാണ് നമുക്കിഷ്ടം അതുപോലെ പരത്തിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ആ രീതിയിൽ തന്നെ നമ്മളിതിനെ പരത്തിയെടുക്കുന്നുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ത്രികോണമായിട്ട് ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ റൗണ്ട് ആക്കിയെടുക്കുക, എങ്ങനെ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ മുറിച്ച് നല്ല ഷേപ്പെല്ലാം ആക്കിയെടുക്കുന്നത്. ഒരേപോലത്തെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പൊറോട്ട നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തതും നമുക്ക് അതുപോലെ തന്നെ പരത്തിയിട്ട് മുറിച്ച് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പൊറോട്ടയും ഇതുപോലെ പരത്തി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ദോശ തവ ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മുടെ പൊറോട്ട ഇടാം.
എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ വരട്ടിയിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന ആ രീതിയിൽ തന്നെ നമ്മളിത് ചുട്ടെടുക്കണം. അന്നേരത്താണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. തിരിച്ചും മറിച്ചിട്ട് അതിന് മേലെ എണ്ണ കുറച്ചായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ എണ്ണയൊന്നും പുരട്ടാണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. അതിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതുപോലെ നമുക്ക് ഈ പൊറോട്ട ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ കരിച്ചെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാണ്ട് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്കിതിനെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഡിഷിൻ്റെ പൊറോട്ടയാണിത്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാറോ തൈരോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊറോട്ട നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് തൈരിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അച്ചാറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിത് 4ആയിട്ടെല്ലാം മടക്കി എടുത്തതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ല ലെയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.